ഓ എന്ത് ചെയ്യാ? നമ്മൾ ആ ലോക്സഭ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞില്ല, അതിന്റെ കണ്ടന്റ് റെഡി ആക്കിയിരുന്നു. ഇത് തെറ്റായോ? ഏറെക്കുറെ കണ്ടന്റ് റെഡിയാണ്, ഇനി നമ്മൾ വീഡിയോ എടുത്താൽ മതി. നമുക്കൊരു ചായ കുടിച്ചിട്ട് പറയാം. ചായ കുടിച്ചിട്ട് ഫ്രഷ് ആയിട്ട് എടുക്കാമല്ലേ? എന്നാവാ. അല്ല, ആര് ചായ ഇത് നീ ഇട്ടോ? ഞാൻ ഇടണോ? എന്നാവാ. നമ്മളെ മതില് മൊത്തം ഇലക്ഷൻ പോസ്റ്റർ കൊണ്ട് നിറഞ്ഞല്ലോ. ഇലക്ഷൻ ചൂടായില്ലേ? എന്തായാലും എക്സാമിന്റെ മുന്നേ അല്ലേ? എന്തായാലും ആ ഏരിയയിൽ നിന്ന് ചോദ്യം ചോദിക്കും മിക്കവാറും. നമുക്കെന്നാലേ ചായ കുടിച്ചുകൊണ്ട് ബാക്കി പറഞ്ഞല്ലോ. നമുക്കേ ആദ്യം എങ്ങനെയാണ് ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്നൊന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കാം. അതെ, നമുക്കറിയാവുന്ന കാര്യമാണ്, ജനങ്ങൾ നേരിട്ടാണ് ലോക്സഭ ഇലക്ഷനിൽ വോട്ട് ചെയ്യുന്നത്. പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് രീതിയാണ് നമ്മൾ പിന്തുടരുന്നത്. കേവല ഭൂരിപക്ഷ വ്യവസ്ഥ അഥവാ ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം എന്നൊരു തിരഞ്ഞെടുപ്പ് രീതിയിലാണ് നമ്മുടെ ഇലക്ഷൻ, ലോക്സഭ ഇലക്ഷൻ ആണെങ്കിലും നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷൻ ആണെങ്കിലും പിന്നെ നമ്മുടെ സംസ്ഥാന നിയമസഭ ഇലക്ഷൻ ആണെങ്കിലും ഒക്കെ ഈ കേവല ഭൂരിപക്ഷ വ്യവസ്ഥയിലാണ് നടക്കുന്നത്. ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം അല്ലെങ്കിൽ FPTP സിസ്റ്റം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഈ രീതിയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, നമ്മുടെ രാജ്യത്തിനെ കുറെ നിയോജക മണ്ഡലങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. നമ്മുടെ ലോക്സഭ ഇലക്ഷന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 543 നിയോജക മണ്ഡലങ്ങളായിട്ടാണ് നമ്മുടെ രാജ്യത്തിനെ വിഭജിച്ചിട്ടുള്ളത്. ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ആ മണ്ഡലത്തിന്റെ പ്രതിനിധിയായിട്ട് ഒരാളെയാണ് തിരഞ്ഞെടുക്കുന്നത്. അതായത് ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് എത്ര പേർക്ക് വേണമെങ്കിലും മത്സരിക്കാം, പക്ഷെ ഒരാൾ മാത്രമേ തെരഞ്ഞെടുക്കപ്പെടുകയുള്ളൂ. അതുപോലെ തന്നെ അതായത് മറ്റ് സ്ഥാനാർത്ഥികളെക്കാൾ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആളാണ് ഒരു നിയോജക മണ്ഡലത്തിൽ നിന്നും ജയിക്കുന്നത്. ഇനി നിലവിലുള്ളത് 17ാമത്തെ ലോക്സഭയാണ്. ഈ ലോക്സഭയുടെ കാലാവധി അവസാനിക്കുന്നത് 2024 ജൂൺ 16-നാണ്. അപ്പോൾ ഇപ്പൊ എത്രാമത്തെ ലോക്സഭ ഇലക്ഷൻ ആയിരിക്കും? സ്വാഭാവികമായിട്ടും 18ാമത്തെ ലോക്സഭ ഇലക്ഷൻ ആണ് ഇനി നടക്കാൻ പോകുന്നത്. അപ്പൊ ഈ ലോക്സഭ ഇലക്ഷൻ ആണെങ്കിലും നിയമസഭാ ഇലക്ഷൻ ആണെങ്കിലും ആരാണ് ഈ ഇലക്ഷൻ ഒക്കെ നടത്തുന്നത്? നമുക്കറിയാവുന്ന കാര്യമാണ്, കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. നിലവില് പുതിയ 2 തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാര് വന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ പറയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണെന്ന് അറിഞ്ഞിരിക്കണം അല്ലെ? അത് നമ്മുടെ രാജീവ് കുമാർ ആണ്. അദ്ദേഹം 25ാമത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കൂടിയാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി വെക്കുക. പുതിയ 2 തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരാണ് ജ്ഞാനേഷ് കുമാറും സുഖ്ബീർ സിംഗ് സന്ധുവും. നമ്മൾ പറഞ്ഞു രാജ്യത്തെ 543 നിയോജക മണ്ഡലങ്ങളാക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും 543 ലോകസഭ MP-മാരാണ് ഉണ്ടാവുക. നമുക്കറിയാവുന്ന മറ്റൊരു കാര്യമാണ്, 2020 വരെ രാഷ്ട്രപതി 2 ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ ലോകസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈയിടെയായിട്ടുള്ള 104ാം ഭേദഗതി വഴിയാണ് ഈ 2 ആംഗ്ലോ ഇന്ത്യൻ നോമിനേഷൻ നിർത്തലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഓർത്തു വെക്കുക, PSCക്ക് ചോദിക്കും. ആംഗ്ലോ ഇന്ത്യൻ നോമിനേഷൻ നിർത്തലാക്കിയ ഭേദഗതിയാണ് 104ാം ഭേദഗതി. അപ്പൊ നമുക്ക് ഇതിൽ സംവരണ മണ്ഡലങ്ങളും കൂടെ നോക്കാനുണ്ട് അല്ലെ? ലോക്സഭയിൽ PSC എപ്പോഴും ചോദിക്കുന്ന കാര്യങ്ങളുമാണ്. കുട്ടികൾക്ക് എപ്പോഴും കൺഫ്യൂഷനും കൂടെ ആവുന്നതാണ്. അതായത് നമ്മുടെ ഇന്ത്യയില് പട്ടികജാതി പട്ടിക വർഗ വിഭാഗക്കാർക്കായിട്ട് ലോകസഭയിലും അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭകളിലും എന്ത് ചെയ്യുന്നുണ്ട്? സീറ്റുകൾ സംവരണം ചെയ്തിട്ടുണ്ട്. ലോകസഭ നമ്മൾ നോക്കുകയാണെങ്കിൽ 84 സീറ്റുകൾ പട്ടിക ജാതിക്കാർക്കായിട്ടും 47 സീറ്റുകൾ പട്ടിക വർഗക്കാർക്കുമായിട്ടാണ് സംവരണം ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ സംസ്ഥാനങ്ങളിലോട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ 14 സീറ്റുകൾ, അതായത് നമ്മുടെ സംസ്ഥാന നിയമസഭയിലെ 14 സീറ്റുകൾ പട്ടിക ജാതിക്കാർക്കായിട്ടും അതുപോലെ തന്നെ 2 സീറ്റുകൾ പട്ടിക വർഗക്കാർക്കുമായിട്ടാണ് സംവരണം ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ കൺഫ്യൂഷൻ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കേരളത്തിൽ നിന്ന് ഉള്ള ലോകസഭ പട്ടിക ജാതി സംവരണ മണ്ഡലങ്ങളുടെ എണ്ണാണ്. അത് പറയുന്നതിന്റെ മുന്നേ നമുക്ക് കേരളത്തിൽ നിന്ന് എത്ര മണ്ഡലങ്ങളാണല്ലേ ലോക്സഭയിലേക്ക്, എത്ര മണ്ഡലങ്ങളാണ് കേരളത്തിൽ നിന്ന്? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, 20 മണ്ഡലങ്ങളാണ് അല്ലെ നമ്മുടെ കേരളത്തില്. 20 ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത്. അതില് 2 മണ്ഡലങ്ങൾ, ആലത്തൂരും മാവേലിക്കരയും, സംവരണ മണ്ഡലങ്ങളാണ്. അതായത് പട്ടിക ജാതിക്കാർക്കായിട്ട് പട്ടിക വർഗക്കാർക്കായിട്ട് നമുക്ക് ലോകസഭ സംവരണ മണ്ഡലങ്ങൾ കേരളത്തിൽ ഇല്ല. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു 543 ലോക്സഭാ മണ്ഡലങ്ങളിൽ 84 സീറ്റ് പട്ടിക ജാതി വിഭാഗത്തിനായിട്ടും 47 സീറ്റ് പട്ടിക വർഗ വിഭാഗത്തിനായിട്ടും സംവരണം ചെയ്തിട്ടുണ്ട്.
ഇനി നമ്മുടെ സംസ്ഥാനത്ത് നിന്നുള്ള ലോകസഭാ സീറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 20 നമ്മൾ പറഞ്ഞു. അതിൽ 2 എന്താണ് പട്ടികജാതിക്കാർക്കായിട്ട് മാറ്റിവെച്ചിരിക്കുന്നു. ഇനി സംസ്ഥാന നിയമസഭയിലെ ആകെ സീറ്റുകളുടെ എണ്ണം, സംസ്ഥാന നിയമസഭയാണ് നമ്മൾ പറയുന്നത് 140. അതിലാണ് നമ്മൾ പറഞ്ഞത് 14 സീറ്റുകൾ പട്ടികജാതിക്കാർക്കായിരിക്കും, 2 സീറ്റുകൾ പട്ടികവർഗക്കാർക്കായിട്ടും മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളത്. അപ്പം സീറ്റുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റും ഏറ്റവും കൂടുതൽ രാജ്യസഭാ സീറ്റും PSC പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലെ. അപ്പം ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റും ഏറ്റവും കൂടുതൽ രാജ്യസഭാ സീറ്റും ഉള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിൽ നിന്നുള്ള ലോക്സഭാ സീറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 80, രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം 31. അപ്പൊ ലോക്സഭയിലെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു സീറ്റ് മാത്രമുള്ള സംസ്ഥാനങ്ങളുണ്ട്. ഇതിപ്പോ നിലവില് 1971 സെൻസസിന്റെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ സീറ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് നിർണ്ണയിക്കുന്നത്. ഇപ്പോഴും നമ്മുടെ സെൻസസ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഇപ്പോഴും ഉപയോഗിക്കുന്നത് 1971 സെൻസസ് ആണ്. അപ്പൊ ഇതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് സീറ്റുകളും കാര്യങ്ങളൊക്കെ നിർണ്ണയിക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. നമ്മൾ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഒരു സീറ്റ് മാത്രമുള്ള സംസ്ഥാനങ്ങളുണ്ട് അല്ലെ. നാഗാലാൻഡ്, സിക്കിം, മിസോറാം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ലോക്സഭയിലേക്ക് ഒരു മണ്ഡലം, അവിടെ ആകെ മൊത്തമായിട്ട് ഒരു മണ്ഡലം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു MP മാത്രമേ അവിടുന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ലോകസഭയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട, അതായത് അത്യാവശ്യം നമ്മുടെ PSCക്ക് ചോദിക്കുന്ന എല്ലാ ഏരിയയും കവർ ചെയ്തിട്ടുണ്ട് അല്ലെ നമ്മൾ പോയിന്റ്സ് ഒക്കെ. അപ്പം നിലവിൽ 18ാമത്തെ ലോക്സഭ ഇലക്ഷനാണ് നടക്കാൻ പോകുന്നത്. എല്ലാവരും വോട്ട് ചെയ്യുക. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ സമ്മതിദായക അവകാശം വിനിയോഗിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ പറയാം. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ലോകസഭയുമായി ബന്ധപ്പെട്ട് ഇനിയും പറയാൻ കുറച്ചധികം കാര്യങ്ങളുണ്ട്. അതൊക്കെ ആയിട്ട് നമുക്കൊരു 2ാം ഭാഗം ചെയ്യാം. ഓക്കെ, താങ്ക് യു.